സോ യെസ് ഗൈസ്, അങ്ങനെ നമ്മുടെ മോളിവുഡിൽ നിന്ന് ഒരു കിടിലൻ പടം, അതും ഒരു ഹൈ ക്വാളിറ്റി പടം വിത്തിൻ ബഡ്ജറ്റ്, അതും ഒരു ഫീമെയിൽ ലീഡിൽ വന്നിട്ട് ഇത്രയും അപ്രിസിയേഷൻ ലഭിക്കുന്നത് ഇത് ആദ്യമായിട്ടായിരിക്കും. ആൻഡ് നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്തിരുന്ന ഒരു മൂവി തന്നെയാണ് ലോക എന്ന് പറഞ്ഞത്. കാരണം അതിൻ്റെ ഇപ്പോൾ ടീസർ ആയാലും ട്രെയിലർ ആയാലും മറ്റുള്ള കാര്യങ്ങളെല്ലാം നമ്മളെ ഭയങ്കരമായിട്ട് വണ്ടർ അടുപ്പിച്ചിട്ടുണ്ട്. ഒരു വലിയൊരു ഫാക്റ്റ് തന്നെയാണ്. ഇപ്പോൾ ലോകയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ ഈ ഒരു ജോണർ, ഫിക്ഷൻ എന്ന് പറയുന്ന ജോണർ നമ്മുടെ മലയാളികൾക്ക് ഒരുപാട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഇപ്പോൾ ARM അല്ലെങ്കിൽ കാന്താര പോലുള്ള അന്യഭാഷാ ചിത്രങ്ങളായാലും ഒരുപാട് മൂവീസ് ഇവിടെ വന്ന് അത് സക്സസ് ആവുന്നതിൻ്റെ റീസൺ ഫിക്ഷൻ എന്ന് പറയുന്നത് സ്റ്റിൽ നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യം തന്നെയാണ്. എന്നാൽ അത് നേരെ എക്സിക്യൂട്ട് ചെയ്തില്ലെങ്കിൽ പണി പാളുമെന്നുള്ളത് ഇപ്പോൾ ഒടിയൻ എന്ന് പറയുന്ന മൂവിയിൽ നിന്ന് നമുക്ക് മനസ്സിലായ ഒരു കാര്യം തന്നെയാണ്. ഫിക്ഷൻ ആയാൽ പോലും അത് നേരെ നമ്മളിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റണം. ഏതൊരു മൂവി ആയാലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റണം. പക്ഷേ ഇപ്പോൾ ഫിക്ഷൻ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കിപ്പോൾ കറൻ്റ്ലി ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ഈ ഒരു ചന്ദ്ര തന്നെയാണ്. അതായത് ലോകയിലെ ഇപ്പോൾ ഫിക്ഷനിൽ ഇപ്പോൾ മിന്നൽ മുരളി ആയാലും അതും ഒരു പരിധി വരെ, അല്ലെങ്കിൽ അതെ, ഒരു ഫിക്ഷൻ തന്നെയാണ് ആ ഒരു മൂവി. ആൻഡ് അതിനെ റിയലിസ്റ്റിക് ആയിട്ട് എടുത്തിട്ടുണ്ട്. അതാണ് ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത്. സോ നമ്മളിപ്പോൾ ഏതൊരു മൂവി എടുത്താലും, ഇപ്പോൾ മിന്നൽ മുരളി എടുത്താലും ലോകയായാലും ഒരു റിയലിസം ഉണ്ട് അല്ലേ. അതായത് റിയലിസ്റ്റിക് ആയിട്ട് ഇപ്പോഴത്തെ ജീവിത സാഹചര്യങ്ങളും വെച്ച് അവരത് കണക്ട് ചെയ്ത് നമ്മളിലേക്ക് എത്തിക്കുന്നു. സോ ഞാൻ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമ്മുടെ കറൻ്റ്ലി എടുക്കുകയാണെങ്കിൽ ഈ ഒരു ലോകയുടെ കഥ, അവരൊരു മിത്തെന്ന് പറയുന്നത് എത്രയോ കാര്യങ്ങൾ സത്യമാണെന്ന് പറയുന്നുണ്ട്. ആക്ച്വലി ഈ ഒരു ലോകയുടെ ബാക്ക് സ്റ്റോറി ആയിട്ട് പറയുന്നത് സത്യമാണോ? നിങ്ങൾ ഈ ഒരു വീഡിയോയുടെ ബാക്കി കാണണമെങ്കിൽ തീർച്ചയായും ലോക കണ്ടിട്ട് വരുന്നതായിരിക്കും നല്ലത്, അല്ലെങ്കിൽ ഇതൊരു സ്പോയിലറായിട്ട് തീരും. സോ കള്ളിയങ്കാട്ട് നീലിയുടെ കഥ ആ ലോകയിൽ അവർ പിക്ചറൈസ് ചെയ്തത് തന്നെയാണോ, അത് വേറെ എന്തെങ്കിലും ഒരു കഥയാണോ കള്ളിയങ്കാട്ട് നീലിയുടെ എന്നാണ് ഇന്നത്തെ ഒരു വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് ഓഫ് ഓൾ, കള്ളിയങ്കാട്ട് നീലിയുടെ ബാക്ക് സ്റ്റോറി ആയിട്ട് ലോക മൂവിയിൽ കാണിക്കുന്നത് ഒരു കുട്ടി തൻ്റെ അച്ഛനെ അമ്മയെ രക്ഷിക്കാൻ നോക്കുന്നു. ആൻഡ് അതിന് ആ കുട്ടിക്ക് ഒരു സൂപ്പർ പവർ ലഭിക്കുകയാണ് ഒരു ഗുഹയിൽ നിന്ന്. അങ്ങനെയുള്ള ഒരു സംഭവമൊക്കെയാണ്. ഞാനത് ക്ലിയർ ആയിട്ട് പറയുന്നില്ല, ചിലപ്പോൾ മൂവിയുടെ ആസ്വാദനത്തിനെ ബാധിക്കും. അപ്പോൾ അങ്ങനെ ഒരു ഗുഹയിൽ നിന്ന് ആണ് കള്ളിയങ്കാട്ട് നീലിക്ക് സൂപ്പർ പവർ ലഭിക്കുന്നത് എന്നുള്ള രീതിയിലാണ് ലോക മൂവിയിൽ പിക്ചർ ചെയ്തിരിക്കുന്നത്. ആൻഡ് അവരുടെ അച്ഛനമ്മയെ രക്ഷിക്കാൻ നോക്കുന്നു, സ്റ്റിൽ ആ ഒരു രാജാവിൻ്റെ ആളുകൾ അവരെ കൊല്ലുന്നു. ഇങ്ങനെയുള്ള രീതിയിലാണ് നീലിയെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. സ്റ്റിൽ നീലി ഇമ്മോർട്ടൽ ആണെന്നുള്ള കാര്യവും അതിൽ പറഞ്ഞു പോകുന്നുണ്ട്. എന്നിട്ടാണ് ഈ ഒരു കാലഘട്ടം ഫുൾ അവർ കാണിക്കുന്നത്. യാഥാർത്ഥ്യത്തിൽ നീലിയുടെ കഥ ഇതൊന്നുമല്ല. നീലി എന്ന് പറയുന്നത് ആദ്യം നീലിയുടെ പേര് അല്ലി എന്നായിരുന്നു. അവർ നമ്മുടെ ഈ തിരുവിതാംകൂറിലെ ഈ ഒരു വില്ലടിച്ചാമ്പാട്ടുകളും അല്ലെങ്കിൽ ഐതിഹ്യങ്ങളിലൊക്കെ നിറഞ്ഞു നിന്നൊരു ക്യാരക്ടറാണ് ഈ നീലി എന്ന് പറയുന്നത്. അപ്പോൾ നീലിയുടെ ആദ്യത്തെ പേര് അല്ലിയാണ്. അല്ലി എന്ന് പറയുന്ന ഒരു ദേവദാസിയുടെ മകളാണ്. അപ്പോൾ ഇവർ അമ്പലത്തിൽ തൊഴാൻ പോകുമല്ലോ. അങ്ങനെ ഈ അമ്പലത്തിൽ തൊഴാൻ പോകുന്ന സമയത്ത് അവിടുത്തെ പൂജാരി, അമ്പലത്തിലെ പൂജാരിയുമായിട്ട് പ്രണയത്തിലാവുന്നു. ഈ പൂജാരി എന്ന് പറയുന്നത് നമ്മുടെ ഇപ്പോഴത്തെ ഭാഷയിൽ പറഞ്ഞാൽ ഫ്രോഡായിരുന്നു. ആൻഡ് ആ പൂജാരി നമ്മുടെ നീലിനെ ഇഷ്ടപ്പെടുന്നത് ഒരു ഫേക്കായിട്ടുള്ള രീതിയിലാണ്. കാരണം അയാൾക്ക് ഇതിനു മുമ്പും വേറെ സ്ത്രീകളുമായിട്ട് ബന്ധമുണ്ട്, അയാൾ മദ്യപാനിയായിരുന്നു, അയാൾ ഒരു പൂജാരി എന്നൊരു രീതിയിലൊരു അൺഫിറ്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരുന്നു. ആൻഡ് അങ്ങനെ ഒരു ക്യാരക്ടറാണ് ഈ ഒരു പൂജാരി. ഇവർ രണ്ടുപേരും കല്യാണം കഴിക്കുന്നു. കല്യാണം കഴിച്ചതിന് ശേഷമാണ് ഇങ്ങനെ ഈ ഒരു പൂജാരി കൊണ്ടുള്ള പ്രശ്നങ്ങൾ, അയാളുടെ തനി നിറം പുറത്തെടുത്ത് തുടങ്ങുന്നത്. ആൻഡ് ഇത് അല്ലിയുടെ അമ്മയ്ക്ക് പിടിക്കുന്നില്ല. അവർ രണ്ടുപേരെയും പുറത്താക്കുന്നു വീട്ടിൽ നിന്ന്. ഒബ്വിയസ്ലി ഇപ്പോൾ ഭർത്താവിനെ പുറത്താക്കിയ ഭാര്യയ്ക്കും കൂടെ പോയേ പറ്റൂ അന്നത്തെ കാലത്ത്. ആൻഡ് അങ്ങനെ അല്ലിയും ഈ ഒരു നമ്പി എന്നാണ് ഈ ഒരു പൂജാരിയുടെ പേര്. അപ്പോൾ ഇവർ രണ്ടും കൂടെ വീട് വിട്ട് പുറത്തിറങ്ങണം. അങ്ങനെ ഒരു കാട്ടിലെത്തിയപ്പോൾ അല്ലി ഈ ഒരു നമ്പിയുടെ മടിയിൽ കിടന്ന് ഉറങ്ങാൻ തീരുമാനിക്കുന്നു. സ്റ്റിൽ എത്രയൊക്കെ പറഞ്ഞാലും ഭർത്താവല്ലേ, സോ ആ ഒരു ട്രസ്റ്റ് കാണും. അങ്ങനെ കിടന്നുറങ്ങുമ്പോൾ അല്ലിയുടെ അടുത്ത് ഒരുപാട് ആഭരണങ്ങളുണ്ടായിരുന്നു. ഈ ഒരു ആഭരണങ്ങൾ കണ്ട് നമ്പി, അതായത് ഈ പൂജാരി അല്ലീനെ അവിടെ ഒരു കല്ല് കിടന്നത് എടുത്ത് അവരുടെ തലയ്ക്കടിച്ച് അവരെ കൊല്ലുകയാണ്. ഇത് കണ്ടുകൊണ്ട് വന്ന അല്ലിയുടെ ബ്രദർ, അല്ലിയുടെ സഹോദരനെയും ഇത് കണ്ട് ആ സഹോദരന് ഭയങ്കരമായിട്ടുള്ള വിഷമങ്ങൾ വന്ന് തല തല്ലി മരിക്കുന്നു എന്നാണ് പറയുന്നത്. ഇവരുടെ രണ്ടുപേരുടെയും പുനർജന്മമായിട്ടാണ് ചോള രാജാവിൻ്റെ രണ്ട് മക്കൾ നീലനും നീലിയുമായിട്ട് വരുന്നത്. ആൻഡ് ഇവർ ഈ ഒരു ആത്മാവ് ഉൾക്കൊണ്ട് ഒരുപാട് ആ ഒരു നാട്ടിൽ ഒരുപാട് നാശനഷ്ടങ്ങൾ വരുത്തി വയ്ക്കുന്നു എന്നൊക്കെയാണ് മിത്തിൽ പറയുന്നത്. ആൻഡ് ഇത് മാത്രമല്ല, ലാസ്റ്റ് നീലനെ ഈ ഒരു നമ്പി അതായത് ഈ പൂജാരി ഈ ഒരു സ്വർണ്ണം മോഷ്ടിച്ച് പോണ വഴിക്ക് തന്നെ ഒരു പാമ്പ് കടിയേറ്റ് മരിക്കുകയാണ്. ഈ ഒരു പൂജാരിയുടെ പുനർജന്മം വന്നിട്ട്
എന്താണ് അനന്തൻ എന്ന് പറയും, പുള്ളിക്കാരൻ വന്ന് തളയ്ക്കുന്നു നീലനെ, പക്ഷെ നീലിനെ പറ്റുന്നില്ല. അങ്ങനെ ലാസ്റ്റ് കത്തനാർ വന്ന് തളയ്ക്കുന്നു എന്നൊക്കെയാണ് പറയുന്നത്. ഇങ്ങനെയൊക്കെയാണ് സ്റ്റോറി പോകുന്നത്. അപ്പോൾ കത്തനാരുടെ കാര്യമുണ്ടല്ലോ, അത് ലോകയിൽ പറയുന്നുണ്ട്. അത് മാത്രമാണ് എനിക്ക് തോന്നുന്നു റിയലിസ്റ്റിക് ആയിട്ട് വന്നിട്ടുള്ളത് ഈ ഒരു സ്റ്റോറി വെച്ച് കണക്ട് ചെയ്യുമ്പോൾ. അപ്പോൾ കത്തനാരുടെ കാര്യം ഒരു പക്ഷേ ശരിയായിരിക്കാം. ആൻഡ് ഞാനിത് പറഞ്ഞത് വേറൊന്നും കൊണ്ടല്ല, ലോക കണ്ട എല്ലാവർക്കും അറിയാം ലോക മൂവി എൻഡ് ചെയ്തിരിക്കുന്നത് ചാത്തന്മാരുടെ വരവോടുകൂടിയാണ് അല്ലേ. എത്ര 380ഓളം ചാത്തന്മാർ, അത് ഒരേപോലെ ഇരിക്കുന്ന ചാത്തന്മാരുണ്ട് എന്നുള്ള ഒരു രീതിയിലൊക്കെയാണ് ഈ ഒരു മൂവി എൻഡ് ചെയ്തിരിക്കുന്നത്. സോ ദാറ്റ്സ് ഇറ്റ്. ഈ ചാത്തന്മാർ വേണമെങ്കിൽ കത്തനാർ വേണം. കാരണം കത്തനാരുടെ ഒരു ബാക്ക് സ്റ്റോറി പറയുന്നത്, കത്തനാരുടെ ഐതിഹ്യം ചാത്തന്മാരുമായിട്ട് റിലേറ്റഡ് ആണ്. സോ ആ ഒരു മേഖലയിലേക്ക് പോകുമ്പോൾ കുറച്ചുകൂടെ റിയലിസ്റ്റിക് ആയിട്ട് ഈ ഐതിഹ്യം മാലിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്താണെന്ന് തോന്നുന്നു. എന്നാൽ ടു ബി ഹോണസ്റ്റ് പറയട്ടുള്ള ഒരു ഓൾട്ടർനേറ്റ് രീതിയിലാണ് ഈ ഒരു ലോകയുടെ ബാക്ക് സ്റ്റോറി പറഞ്ഞു വയ്ക്കുന്നത്. ഇതേ അല്ല ശരിക്കും പറഞ്ഞാൽ കള്ളിയങ്കാട്ട് നീലിയുടെ കഥ. അപ്പോൾ ഈ ഒരു കഥ നിങ്ങളിലേക്ക് എത്തിക്കണം, ഈ ഒരു റിയൽ സ്റ്റോറി നിങ്ങളിലേക്ക് എത്തിക്കണമെന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ ഡിസ്കസ് ചെയ്തത്. ആൻഡ് ലോകയെ പറ്റി പറയുകയാണെങ്കിൽ ഇറ്റ്സ് വൺ ഓഫ് ദി ബെസ്റ്റ് മൂവീസ് ഐ ഹാവ് റീസെൻ്റ്ലി വാച്ച്. ആൻഡ് തീർച്ചയായും തിയേറ്ററിൽ പോയി കാണണം. വൻ നഷ്ടമായിരിക്കും, വൻ നഷ്ടം. ഞാൻ ചുമ്മാ പറയുകയല്ല, തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യേണ്ട മൂവിയാണ് ലോക. ആൻഡ് കല്യാണി പ്രിയദർശൻ്റെ ആക്ടിങ് ഒരു രക്ഷയില്ലായിരുന്നു. സോ നിങ്ങൾ ലോക കണ്ടതാണെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് പോപ്പപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം തീർച്ചയായും പറയാവുന്നതാണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്ന പ്രതീക്ഷ. ഇറ്റ്സ് മീ ആൽവിൻ സൈനിങ് ഔട്ട്.